സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമായി സംസ്ഥാന ബജറ്റ്. പങ്കാളിത്ത പെൻഷനു പകരം പുതിയ പെൻഷൻ പദ്ധതി കൊണ്ടുവരും എന്നാണ് പ്രഖ്യാപനം. ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. സർക്കാർ പ്രഖ്യാപനത്തിൽ പൂർണ്ണ വിശ്വാസമാണെന്ന പ്രതികരണവുമായി അധ്യാപക സർവീസ് സംഘടനകളും രംഗത്തെത്തി. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കിടയിൽ പ്രധാന ചർച്ചാ വിഷയമായിരുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കാണ് ഇത്തവണത്തെ കേരള ബജറ്റിൽ പരിഹാരവുമായി സർക്കാർ എത്തിയിരിക്കുന്നത്. നിലവിലുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനം. ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനമെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. സർക്കാർ ജീവനക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള തീരുമാനത്തിൽ പൂർണ്ണ വിശ്വാസമാണെന്ന് CPI സംഘടനയും അറിയിച്ചു. സർക്കാരിന്റെ പുതിയ പദ്ധതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ജീവനക്കാരുടെ വാർദ്ധക്യകാലം സുരക്ഷിതമാക്കാൻ വേണ്ടി തന്നെയാണ് സർക്കാർ അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് ബോധ്യമാവുന്നുണ്ട്. മാത്രമല്ല, ഇടതുപക്ഷ മുന്നണി സർക്കാർ എന്നും ജീവനക്കാരോടൊപ്പം നിന്നിട്ടുള്ള സർക്കാരാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞൊരു തുറന്നൊരു സമീപനം ഇപ്പോൾ ഈ ബഡ്ജറ്റിലൂടെ സർക്കാർ കാണിച്ചിട്ടുണ്ട്. ഒരു DA ഒരു ശുഭസൂചകമായ ഒരു വാർത്തയാണ്. ഈ പെൻഷൻ പദ്ധതിയിൽ തന്നെ ഒരു പുതിയ പെൻഷൻ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് തുല്യമായ നിലവുകളുള്ള ഒരു പെൻഷൻ പദ്ധതിയായിരിക്കും. എന്നാൽ മിനിമം പെൻഷൻ ഉറപ്പാക്കാൻ സർക്കാർ ശ്രമം നടത്തിയതിൽ ആശ്വാസം പങ്കുവച്ച ജോയിന്റ് കൌൺസിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി വരും വരെ പോരാടുമെന്നും അറിയിച്ചു. പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപനം കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമെന്നായിരുന്നു NGOയുടെ പ്രതികരണം. അതേസമയം പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിച്ച് സർക്കാർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി നടപ്പാക്കുമോ എന്നതിൽ ഉറപ്പില്ലെങ്കിലും പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതോടെ പെൻഷൻ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.